പരിശുദ്ധനായ ദൈവത്തിൻ്റെ വിശുദ്ധ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ദൈവത്തിൻ്റെ വിശുദ്ധ വേദപുസ്തകം ദ ബൈബിൾ, ഈ വിഷയത്തിൻ്റെ 93-ാമത്തെ അവതരണത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. ദൈവത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥം. ഈ ഗ്രന്ഥം മനുഷ്യകുലത്തിന് ദൈവം നൽകിത്തന്ന ഏറ്റവും വലിയ സമ്മാനമാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഈ പുസ്തകം പലരുടെയും ഷെൽഫിൽ അടുക്കി വച്ചിരിക്കുന്നു എന്നല്ലാതെ, അല്ലെങ്കിൽ സ്വർണ്ണക്കടയിൽ ഒരു സ്റ്റാൻഡിൽ ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുന്നു, ആശുപത്രികളിൽ ചില മുറികളിൽ വെച്ചിരിക്കുന്നു. അല്ലാതെ ആരും അത് വായിക്കുന്നില്ല, ആരും അത് മനസ്സിലാക്കുന്നില്ല. ദൈവം മനുഷ്യർക്ക് നൽകിത്തന്ന ദൈവത്തിൻ്റെ വഴികളും ആശ്വാസവചനങ്ങളുമാണ്. പക്ഷെ ചിലരുടെ ധാരണ ബൈബിൾ പഠിച്ചാലും വായിച്ചാലും മനസ്സിലാക്കാൻ പറ്റില്ല. അത് തെറ്റാണ് എന്ന് നമ്മൾ കഴിഞ്ഞ പഠനത്തിൽ 10ഓളം കാരണങ്ങൾ അവതരിപ്പിച്ച്, എന്തുകൊണ്ട് മനുഷ്യരങ്ങനെ പറയുന്നു? ബൈബിൾ മനസ്സിലാക്കാൻ കഴിയില്ലേ? മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യമാണോ ദൈവം നമുക്ക് നൽകിയത്? അതുകൊണ്ട് നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ പഠനം ബൈബിൾ ഗ്രഹിക്കുവാൻ മനസ്സിലാക്കാൻ കഴിയും എന്ന വിഷയമാണ്. ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നാം അത് അവതരിപ്പിക്കുന്നത്. കർത്താവ് യേശുവിൻ്റെ പ്രാർത്ഥനയാണ് അതിൻ്റെ അടിസ്ഥാനം. ക്രിസ്തു വ്യക്തമായി പ്രാർത്ഥിച്ചു, കർത്താവേ, പിതാവായ ദൈവമേ, ഇവരുടെ വചനത്താൽ, അപ്പോസ്തലന്മാരുടെ പ്രസംഗത്താൽ, സുവിശേഷ പ്രസംഗത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി അങ്ങും ഞാനും ഒന്നായിരിക്കുന്നപോലെ നമ്മിൽ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ എന്നിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഒന്നാകേണ്ടതിന് കർത്താവ് യേശു പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന സഫലീകരിക്കപ്പെടണമെങ്കിൽ അപ്പോസ്തലന്മാരുടെ വചനം കേൾക്കണം, അത് മനസ്സിലാക്കണം, ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വരണം, എല്ലാവരും ഒരുപോലെ ആ വിശ്വാസ പ്രഖ്യാപനം സംഭവിക്കണം. അപ്പോൾ വചനം മനസ്സിലാക്കാൻ കഴിയും. ലോകത്തിലെ ആൾക്കാർ എന്ത് അഭിപ്രായം പറഞ്ഞാലും, വചനം പഠിക്കാൻ താല്പര്യമില്ലാത്ത, സമയം കണ്ടെത്താൻ കഴിയാത്ത, ഉദാസീനരായ, മടിയന്മാരായ, മറ്റു പല ബന്ധങ്ങളിൽ കുടുങ്ങിപ്പോയ, ലൗകിക സ്നേഹത്തിലും ജഡീകമായ ചിന്തകളിലും പാപത്തിലുമൊക്കെ അകപ്പെട്ട മനുഷ്യൻ എന്തെല്ലാം കാരണങ്ങൾ നിരത്തിയാലും ഉയർന്നിരിക്കുന്നൊരു വലിയ സത്യം, വചനം, ബൈബിൾ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ്. മനസ്സിലാക്കാൻ കഴിയുമെന്ന് മാത്രമല്ല, എല്ലാവർക്കും ഒരുപോലെ അത് മനസ്സിലാക്കാൻ കഴിയും, ഒരുപോലെ അത് വ്യാഖ്യാനിക്കാൻ കഴിയും. കാരണം ബൈബിൾ അങ്ങനെയാണ് പറയുന്നത്, ഒരു വ്യക്തിയുടെ അഭിപ്രായമായിട്ടല്ല. ദൈവവചനം അങ്ങനെ പറയുന്നു. ബൈബിൾ എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാക്കാൻ കഴിയും. ബൈബിളിൻ്റെ പേരിൽ വിഭാഗീയതയെ ദൈവം അനുവദിക്കില്ല, അത് തെറ്റാണ്. ബൈബിളും കയ്യിലെടുത്തുകൊണ്ട് വ്യത്യസ്തങ്ങളായ ഉപദേശങ്ങളും ആചാരങ്ങളും കൊണ്ടു നടക്കാൻ ദൈവം ഒരിക്കലും അനുവദിക്കില്ല. അത് ദൈവഹിതവുമല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവല്ല അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നാം ചില കാരണങ്ങൾ അവതരിപ്പിക്കുകയാണ്, ചില വസ്തുതകൾ അവതരിപ്പിക്കുകയായിരുന്നു. കാരണം ബൈബിൾ മനസ്സിലാക്കാൻ കഴിയും. ദൈവം മനുഷ്യരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങൾ. ഒന്നാമത് നമ്മൾ കണ്ടു, വചനം ഗ്രഹിക്കാൻ കഴിയുമെന്ന തലക്കെട്ടിൽ ദൈവം നമ്മിൽ പ്രതീക്ഷിക്കുന്നത് സത്യം നാം ഗ്രഹിക്കണം എന്നാണ്. കർത്താവ് യേശു വ്യക്തമായി പറഞ്ഞു, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കാൻ കഴിയും. സത്യം അറിഞ്ഞാൽ സത്യം നമ്മെ സ്വതന്ത്രരാക്കും. എല്ലാ മതപരമായ കെട്ടുപാടുകളിൽ നിന്ന്, ബന്ധനങ്ങളിൽ നിന്ന്, ദുരുപദേശത്തിൽ നിന്ന്, വിഗ്രഹാരാധനയിൽ നിന്ന്, ജീവിതത്തിലെ പരാജയങ്ങളിൽ നിന്നെല്ലാം സത്യം നമ്മെ സ്വതന്ത്രരാക്കും. യോഹന്നാൻ്റെ സുവിശേഷം അവസാനിപ്പിക്കുമ്പോൾ യോഹന്നാൻ വ്യക്തമായി എഴുതി, ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ക്രിസ്തു ദൈവപുത്രൻ നിങ്ങൾ വിശ്വസിക്കുവാനാണ്, വിശ്വസിച്ച് അവൻ്റെ നാമത്തിൽ ജീവനുണ്ടാകാൻ വേണ്ടിയാണ്. അപ്പോൾ എഴുതിയിരിക്കുന്നത് വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ടാണത് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ രണ്ടാമത്തെ കാരണം, ദൈവം നമ്മളിന്ന് പ്രതീക്ഷിക്കുന്ന വിശ്വാസത്തിൽ വളരണം. അത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. വിശ്വാസത്തിൽ വളരണം. ദൈവവചനമാണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനവും വിശ്വാസം വളരുവാനുള്ള കാരണവും. ഒരു വ്യക്തിയുടെ വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം വളരണമെന്നുണ്ടെങ്കിൽ അത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അതാണ് ദൈവം വ്യക്തമായി ഉദ്ദേശിച്ചിട്ടുള്ളത്. ദൈവം ആഗ്രഹിക്കുന്നതാണ് ഓരോ മനുഷ്യനും, ദൈവത്തിലുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തികളും ദൈവത്തിലുള്ള അവരുടെ വിശ്വാസത്തിൽ അവർ അഭിവൃദ്ധി പ്രാപിക്കണം, വളരണം. അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനത്തിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതുകയുണ്ടായി. പൗലോസ് പറഞ്ഞത്, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. അപ്പം നാം കേൾക്കേണ്ടത് എന്താണ്? ക്രിസ്തുവിൻ്റെ വചനം. ദൈവവചനമാണ് കേൾക്കേണ്ടത്, അതാണ് പ്രസംഗിക്കേണ്ടത്. കഥകളല്ല, ഐതിഹ്യങ്ങളല്ല, തമാശകളല്ല, യാത്രാവിവരണങ്ങളല്ല, സ്വയം പുകഴ്ത്തുന്ന ചിന്തകളല്ല. ദൈവവചനം കേൾക്കണം, കേൾപ്പിക്കണം. വിശ്വാസത്തിൽ വളരണമെന്നുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസ് എന്ന് പറയുന്ന തൻ്റെ ശിഷ്യനെ എഴുതുമ്പോൾ ആ ശിഷ്യനെ ഒരു കാര്യം വളരെയധികം ഓർമ്മപ്പെടുത്തി. എന്താണ്? സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട്.
സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. അപ്പം അങ്ങനെ ചെയ്യാത്തവരാരും ദൈവത്തിന് കൊള്ളാകുന്നവരല്ല, ദൈവം ഉപയോഗിക്കുന്നവരുമല്ല. ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയില്ല. വചനത്തെ കോട്ടിക്കളഞ്ഞ് സ്വന്തം ഇഷ്ടത്തിനും പ്രസ്ഥാനത്തിനും വേണ്ടി വചനത്തെ സ്വന്തം താല്പര്യപ്രകാരം വചനത്തെ വളച്ച് തിരിച്ച് പ്രസംഗിക്കുന്നവർ ദൈവത്തിന് കൊള്ളാവുന്നവരല്ല, ദൈവരെ ഉപയോഗിക്കുകയുമില്ല. അതുകൊണ്ട് എല്ലാ ദൈവമക്കളും ഈ കൽപ്പനയുടെ കീഴിലാണ്. സത്യവചനത്തെ യഥാർത്ഥമായി വിഭാഗിച്ചുകൊണ്ട് ലജ്ജിക്കാൻ കഴിയാതെ വണ്ണം, ലജ്ജിക്കപ്പെടേണ്ട അവസാന ദൈവമുമ്പിൽ നിൽക്കുമ്പോൾ ലജ്ജിക്കപ്പെടാതിരിക്കണമെങ്കിൽ സത്യവചനത്തെ യഥാർത്ഥം വിഭാഗിക്കണം. ഇത് പത്രോസ് പറഞ്ഞത് ഇത് തന്നെയാണ്. അപ്പം അപ്പോസ്തലന്മാരുടെ എല്ലാം ആഗ്രഹം ഇത് തന്നെയാണ്, അവർ എഴുതിയത് ഇത് തന്നെയാണ്. പത്രോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 18-ാം വാക്യത്തിൽ കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവേൻ, അവന് ഇപ്പോഴും എന്നേക്ക് മഹത്വമാമേൻ. യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ വളരണം. ക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷം എത്ര വർഷം കഴിഞ്ഞു എന്ന് ചിന്തിച്ച് നോക്കണം. കർത്താവ് യേശുവിൻ്റെ പരിജ്ഞാനത്തിൽ വളർന്നിട്ടുണ്ടോ? അതോ ദുരുപദേശത്തിൻ്റെ ഒരു കാറ്റടിക്കുമ്പോൾ ചാഞ്ചാടി പോകുന്ന അവസ്ഥയാണോ? ഉപദേശ വിഷയങ്ങളിൽ ഉറപ്പ് ലഭിച്ചിട്ടുണ്ടോ? അപ്പോൾ വചനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒന്നാണെങ്കിൽ ഇതെങ്ങനെ വിശ്വാസത്തിൽ വളരും? വചനം നമുക്ക് വായിച്ചാലും പഠിച്ചാലും മനസ്സിലാക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ എങ്ങനെ വളരും? ക്രിസ്തുവിനെ എങ്ങനെ അറിയും? വിശ്വാസത്തിൽ എങ്ങനെ അഭിവൃദ്ധി പ്രാപിക്കും? അപ്പോൾ ആ കാഴ്ചപ്പാടുകൾ തെറ്റാണ്. വചനം വ്യക്തമായി നൽകുന്നത് നമുക്ക് വചനം വായിച്ചാൽ, അത് പഠിച്ചാൽ നമ്മുടെ വിശ്വാസം വളരും, വിശ്വാസത്തിൽ വളർച്ചയുണ്ടാകും. യോഹന്നാൻ ലേഖനത്തിൽ പറഞ്ഞ ശിശുക്കളിൽ നിന്ന അവസ്ഥയിൽ നിന്ന് യൗവനക്കാരിൽ നിന്ന് പിതാക്കന്മാരുമായി തീരുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും. എബ്രായർക്കെതിരെ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ എബ്രായ ലേഖൻ ഇപ്രകാരം പറയുകയുണ്ടായി. അവിടെ പറഞ്ഞത്, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ. ഇപ്പോൾ ദൈവത്തിൻ്റെ അടുക്കൽ വരണമെന്നുണ്ടെങ്കിൽ വിശ്വാസമാണ്, ദൈവത്തിലുള്ള വിശ്വാസമാണ് അടിസ്ഥാനം. ഇപ്പോൾ ദൈവത്തിൻ്റെ അടുക്കൽ വരുവാനും ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും കടന്നു വരുന്ന വ്യക്തിക്ക് വേണ്ടത് ദൈവത്തിലുള്ള വിശ്വാസമാണ്. അതിനാവശ്യമായ കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി. ദൈവത്തിൻ്റെ ഹിതം ദൈവം നമുക്ക് വെളിപ്പെടുത്തിയത് നമുക്ക് മനസ്സിലാക്കുവാനും വിശ്വാസത്തിൽ വളരുവാനും സഹായകരമായ നിലയിൽ തന്നെയാണ്. ദൈവം മനസ്സിലാക്കുമ്പോൾ വിശ്വാസത്തിൽ വളർച്ച, ദൈവത്തെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും. അപ്പോൾ ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിക്കും. ദൈവം എത്ര നല്ലവനും വിശ്വസ്തനും പരിശുദ്ധനും ഉന്നതനും കഴിവുള്ളവനും ബലവാനും ആശ്വാസപ്രദനുമാണെന്നൊക്കെയുള്ള ദൈവത്തിൻ്റെ അനവധി സ്വഭാവ സവിശേഷതകൾ വചനത്തിലൂടെ നമ്മൾ നിരന്തരം പഠിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിക്കും. ദൈവം നമ്മുടെ സഹായകനായി, നല്ല ഇടയനായി, നമ്മുടെ കൂടെയുള്ളവനായി കാണാൻ കഴിയും. കഷ്ടങ്ങളുടെ അടുത്ത് തുണയായിട്ട് ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയും. ആ വിശ്വാസം വർദ്ധിക്കും, ദൈവത്തെ മുറുകെ പിടിക്കും. കാരണം ഒരു വ്യക്തിയെ കൂടുതൽ അറിയും തോറും വ്യക്തിയെ കൂടുതൽ ആശ്രയിക്കും. നമ്മൾ ആശ്രയിക്കേണ്ട ദൈവത്തെ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വ്യക്തമായി ഊഹിക്കാൻ, ഉപസംഹരിക്കാൻ കഴിയും. സകല മനുഷ്യർക്കും ബൈബിൾ മനസ്സിലാക്കാൻ കഴിയും. സാധാരണ നിലയിൽ ബുദ്ധിയുള്ള സകല മനുഷ്യർക്കും, കഴിവുള്ള മനുഷ്യ നിലയിൽ കഴിവുള്ള പ്രാപ്തിയുള്ള സകല മനുഷ്യർക്കും ബൈബിൾ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ അത് വിശ്വാസം വർദ്ധിപ്പിക്കും. മൂന്നാമത്, ദൈവം നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്ന മറ്റൊരു കാര്യം, വചനം യഥാർത്ഥമായി വിഭാഗിക്കണം. ഞാൻ നേരത്തെ പരാമർശിച്ചതാണ്. തിമോത്തിയോസിനുള്ള പൗലോസിൻ്റെ ലേഖനത്തിൽ നിന്ന് സത്യവചനത്തെ യഥാർത്ഥമായി വിഭാഗിച്ചുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനെ ദൈവത്തിന് കൊള്ളാകുന്നതിന് നിൽപ്പാൻ ശ്രമിക്കും. ഇംഗ്ലീഷിൽ ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത്, മലയാളത്തിൽ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട്. ഇതാണ് പൗലോസ് തിമോത്തിയോസിന് ആവശ്യപ്പെടുന്നത്. നീ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ നിൻ്റെ ഇഷ്ടം പോലെ കഥകളും യാത്രാവിവരണങ്ങളും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി കളിയാക്കി പരിഹസിച്ച വിനോദങ്ങളും തമാശകളും പറഞ്ഞ് ജനങ്ങളെ രസിപ്പിച്ച് കർണരസമാകുമാറല്ല പ്രസംഗിക്കേണ്ടത്. വചനം പ്രസംഗിക്കുക, അത് യഥാർത്ഥമായി പ്രസംഗിക്കുക, യഥാർത്ഥമായി വിഭാഗിച്ച് പ്രസംഗിക്കുക. ഒരു വ്യക്തി അറിയേണ്ട ദൈവവചനം, ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന വചനത്തെ പ്രസംഗിക്കുക, അറിയിക്കുക. അപ്പോൾ അത് പ്രസംഗിക്കണമെങ്കിൽ ആദ്യം വചനം മനസ്സിലാക്കണ്ടേ? സത്യവചനത്തെ മനസ്സിലാക്കിയാൽ മാത്രമല്ലേ ശരിയായ രീതിയിൽ പ്രസംഗിക്കാൻ പറ്റും. ഓരോ വ്യക്തികളും, അത് നിക്കോദീമസിനെ പോലെ യേശുവിൻ്റെ അടുക്കൽ വന്ന നിക്കോദീമസിനോട് പറഞ്ഞത്, പൗലോസ് ഫെലിക്സിനോട് പറഞ്ഞത്, ഫസ്തോസിനോട് പറഞ്ഞത്, രാജാവിനോട് സംസാരിച്ച് അവരുടെ ജീവിതത്തിൽ കേൾക്കാൻ ആവശ്യമായ വചന സത്യങ്ങൾ മുഖം നോക്കാതെ സംസാരിച്ച് യഥാർത്ഥമായി പ്രസംഗിച്ചു. അപ്പോൾ കേട്ട ചക്രവർത്തിയോ പോലും പറഞ്ഞു, നീ എൻ്റെ പ്രസംഗം കൊണ്ട് നീ എന്നെ ക്രിസ്ത്യാനിയാക്കുവാൻ ശ്രമിക്കുകയാണോ?
ഇപ്പോൾ വ്യക്തമായി അവരറിയേണ്ടത് പറഞ്ഞു. ഒരു ഭരണാധികാരി പ്രസംഗം കേട്ടിട്ട് നീ തൽക്കാലം പോകാം, ഞാൻ പിന്നെ വിളിച്ചോളാം, പിന്നെ കേൾക്കാം, കാരണം എൻ്റെ ജീവിതം തിരുത്താൻ താൻ തയ്യാറല്ല. ഇപ്പോൾ നാം വചനത്തെ മനസ്സിലാക്കാതെ നമുക്ക് യഥാർത്ഥമായി പ്രസംഗിക്കാൻ പറ്റില്ല. ഇപ്പോൾ ദൈവത്തിൻ്റെ വചനം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിലാണെങ്കിൽ ദൈവത്തിന് എങ്ങനെ നമ്മോട് ഇത് ആവശ്യപ്പെടാൻ പറ്റും? സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കണം, വിഭാഗിക്കണം എന്ന് ദൈവത്തിന് നമ്മോട് ആവശ്യപ്പെടാൻ കഴിയുന്നത് എങ്ങനെ? ദൈവം നമുക്ക് വെളിപ്പെടുത്തിയ വചനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ദൈവം അനീതിയുള്ള ദൈവമാണ്. ദൈവം നല്ലവനല്ല. നമ്മോട് ഒരു കാര്യം ആവശ്യപ്പെടുന്നു, പക്ഷേ നമുക്കത് പറ്റില്ല. നമുക്ക് വെളിപ്പെടുത്തി തന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. പക്ഷെ എന്നിട്ട് പറയുന്നു നമ്മളോട് യഥാർത്ഥമായി പ്രസംഗിക്കാൻ പറയുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ അനീതിയല്ലേ? അപ്പോൾ ദൈവം നമുക്ക് വചനം വെളിപ്പെടുത്തി തന്നു, പക്ഷെ നമുക്ക് മനസ്സിലാക്കുന്ന തരത്തിൽ ദൈവത്തിന് നമുക്ക് പറഞ്ഞു തരാൻ കഴിഞ്ഞില്ല. നമുക്കത് മനസ്സിലാക്കി തരാൻ കഴിഞ്ഞില്ല. ഇതിൽ നമ്മോട് ആവശ്യപ്പെടുന്നത് യഥാർത്ഥമായി പ്രസംഗിക്കണം. അപ്പോൾ അതിൽ തന്നെ ഒരു അനീതിയുണ്ട്. അപ്പോൾ അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ധാരണ തെറ്റാണ്. വചനം മനസ്സിലാക്കാൻ കഴിയില്ല എന്ന ചിന്താഗതി തെറ്റാണ്. അപ്പോൾ ദൈവം നമ്മോട് അത് യഥാർത്ഥമായി നമ്മുടെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ ദൈവവചന സത്യങ്ങളെ ഉപയോഗിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അതനുസരിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ ജീവിക്കാൻ കഴിയും, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും. നാലാമത്, ദൈവം പ്രതീക്ഷിക്കുന്ന മറ്റൊരു കാര്യം നാം ദൈവത്തിൻ്റെ മർമ്മം അറിയണമെന്നാണ്. ദൈവം വെളിപ്പെടുത്തിയ ദൈവത്തിൻ്റെ മർമ്മമുണ്ട്, അത് നാം അറിയണം, ഗ്രഹിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ എഫെസോസിലുള്ള വിശ്വാസികൾക്ക് എഴുതുമ്പോൾ വളരെ മനോഹരമായൊരു വേദഭാഗമാണ് എഫേസ് ലേഖനം 3-ാം അധ്യായം ആദ്യത്തെ 4 വാക്യങ്ങൾ. ഈ മർമ്മമെന്ന വിഷയത്തെ അവതരിപ്പിക്കുന്നത് ഇതിന് നിത്യപദ്ധതിയായി പണ്ട് മറിഞ്ഞിരുന്നത് കൃത്യസമയത്ത് വെളിപ്പെട്ട പദ്ധതി. ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അത് നിമിത്തം പൗലോസ് എന്ന ഞാൻ ജാതികളായ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുയേശുവിൻ്റെ ബദ്ധനായിരിക്കുന്നു. ജാതികളായ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിൻ്റെ ബദ്ധൻ എന്ന് പറഞ്ഞാൽ അടിമയായിരിക്കുന്നു. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപാടിനാൽ എനിക്കൊരു മർമ്മം അറിയായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇനി വായിക്കുന്നത് ശ്രദ്ധിക്കുക. നിങ്ങൾ അത് വായിച്ചാൽ, കാരണം മീതെ ചുരുക്കത്തിൽ എഴുതിയത് 1-2 അധ്യായത്തിൽ, അന്ന് അധ്യായങ്ങളില്ല, നമ്പറുകളില്ല, പക്ഷേ 1-2 അധ്യായത്തിലായിട്ട് നമ്മുടെ ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ അത് നിങ്ങൾ വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്കും ഗ്രഹിക്കാം. തുടർന്നുള്ള വാക്യങ്ങൾ എന്താണ് ആ മർമ്മമെന്ന് വ്യക്തമായി പറയും. അതായത് ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ യഹൂദന്മാരോടൊപ്പം കൂട്ടവകാശികളും ഏകശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളുമാകണം എന്നുള്ളതാണ് ആ സുവിശേഷത്തിൻ്റെ മർമ്മത്തിൻ്റെ പ്രധാന ആശയം. അപ്പോൾ പൗലോസ് പറയുന്നത് എന്താണ്? ദൈവാത്മാവ് പറയുന്നത് എന്താണ്? പൗലോസ് ഈ വേദഭാഗത്തിൽ മർമ്മത്തെ വെളിപ്പെടുത്തുന്നു. അത് മറ്റൊന്നുമല്ല, രക്ഷിക്കുന്ന സുവിശേഷം. രക്ഷിക്കുന്ന സുവിശേഷം, ഒരുവനെ രക്ഷയിലേക്ക് ആനയിക്കുന്ന ദൈവത്തിൻ്റെ വചനമെന്ന സുവിശേഷം. ഇത് ദൈവം വെളിപ്പെടുത്തി. ഈ വലിയ മർമ്മമായിരുന്നു. പണ്ടിത് മർമ്മമായിരുന്നു. പണ്ടത്തെ കാലത്ത് ഇത് മർമ്മമായിരുന്നു. ആർക്കും അറിയില്ല. അതിനെക്കുറിച്ച് സൂചന നൽകിയ പ്രവാചകന്മാർക്ക് പോലും അതിൻ്റെ വെളിച്ചമുണ്ടായിരുന്നില്ല. അത് മർമ്മമായിരുന്നു. പക്ഷേ അത് ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൽ, ക്രിസ്തുവിൻ്റെ മരണത്തിൽ, ക്രിസ്തുവിൻ്റെ ഉയർപ്പിൽ, ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിൽ അത് വെളിപ്പെട്ടു. അതിനെക്കുറിച്ചാണ് പൗലോസ് എഴുതിയത്. പൗലോസ് എന്നിട്ട് പറഞ്ഞു, നിങ്ങളിത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ എഴുതിയ എൻ്റെ ലേഖനത്തിൽ എഴുതിയ വിഷയങ്ങൾ നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിയും. അപ്പോൾ പൗലോസ് അതുകൊണ്ട് എഫേസ് ലേഖനം എഴുതി. കാരണം നാം ആ സുവിശേഷം, ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ അടിസ്ഥാന പ്രകൃതി നാം മനസ്സിലാക്കണം, ഒരു വിശ്വാസി മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇത് എഴുതിയത്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ പുതിയ നമ്മൾ വായിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ സന്ദേശം, നമ്മോടുള്ള ദൈവത്തിൻ്റെ ആലോചനയാണ് നാം കേൾക്കുന്നത്. അത് വായിക്കണം. അപ്പോൾ നമുക്ക് ഈ മർമ്മം മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസം ബലപ്പെടും, വിശ്വാസം വർദ്ധിക്കും. അതുകൊണ്ടാണ് അതിൻ്റെ 17-ാം വാക്യം, അതേ അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ അതിൻ്റെ അനുഗ്രഹം എന്താണ്? ഈ വചനം വായിച്ച് ക്രിസ്തുവിൻ്റെ മർമ്മത്തെക്കുറിച്ച് വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞ് വിശ്വസിക്കുമ്പോൾ ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായ വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോട് ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തു സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോടും നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. ഇതാണ് ലക്ഷ്യം. ഇവിടേക്ക് നമ്മൾ എത്തുന്നത് എങ്ങനെയാണ്? പുതിയ നിയമത്തിൽ ദൈവം വെളിപ്പെടുത്തിയ ദൈവത്തിൻ്റെ പദ്ധതികളെ വായിച്ച് മനസ്സിലാക്കുമ്പോൾ. ഇതിനാണ് പുതിയ നിയമം എഴുതപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് ദൈവവചനം, തിരുവെഴുത്തുകൾ വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പറയുന്നവർ വാസ്തവത്തിൽ ദൈവത്തോട് പറയുന്നത്, ദൈവമേ നിൻ്റെ ഹിതം ഞങ്ങൾക്ക് നീ മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ വെളിപ്പെടുത്തി തരുവാനായിട്ട് നിനക്ക് സാധിച്ചില്ല. രക്ഷാ പദ്ധതിയെക്കുറിച്ച് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ അത് ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ ദൈവത്തിന് കഴിഞ്ഞില്ല.
ഇത് ആർക്കെതിരെയാണ് വിരൽ ചൂണ്ടിയത്? ദൈവത്തിനെതിരെ. ദൈവത്തിൻ്റെ സർവജ്ഞാനം, സർവശക്തിക്കെതിരെ വിരൽ ചൂണ്ടി കുറ്റപ്പെടുത്തുകയാണ്. അപ്പോൾ ദൈവത്തിന് സാധിച്ചില്ല നാം അറിയേണ്ട കാര്യം ദൈവത്തിന് വെളിപ്പെടുത്തി തരാൻ, മനസ്സിലാകുന്ന തരത്തിൽ വെളിപ്പെടുത്തി തരാൻ, നമ്മുടെ രക്ഷയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ വ്യക്തമായും ഗ്രഹിപ്പിച്ചു തരാൻ ദൈവത്തിന് കഴിഞ്ഞില്ല എന്നാണ് നമ്മൾ കുറ്റപ്പെടുത്തുന്നത്. നാം ദൈവത്തെ ഏത് വിഷയത്തിലാണെങ്കിലും കുറ്റപ്പെടുത്തുമ്പോൾ സൂക്ഷിക്കണം. എന്ത് കാര്യമാകട്ടെ, ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയാത്ത ബലഹീനരായ മനുഷ്യരായി നമ്മൾ ഏത് കാര്യത്തിനും ദൈവത്തെ കുറ്റപ്പെടുത്തുമ്പോൾ, അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാകട്ടെ, ദൈവം ചെയ്തു, ദൈവമാണ് ഇതിന് കാരണക്കാരൻ എന്ന് പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ പറയരുത്. അത് നമ്മുടെ സ്വന്തം കഴിവുകേട് കൊണ്ട്, നമ്മുടെ സ്വന്തം പിഴവ് കൊണ്ട്, കുറ്റം കൊണ്ട്, അപരാധം കൊണ്ട്, ബലഹീനതകൾ കൊണ്ട് സംഭവിച്ചതാകാം. ദൈവത്തിൻ്റെ മേൽ അതിൻ്റെ പഴി ചാരി വയ്ക്കരുത്. നമ്മുടെ സ്വന്തം കുറവ് കൊണ്ട് സംഭവിച്ചത്, ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കാൻ, രക്ഷാപദ്ധതി മനസ്സിലാക്കാൻ, ദൈവത്തിൻ്റെ മർമ്മങ്ങൾ മനസ്സിലാക്കാൻ വെളിപ്പെടുത്തി തന്നിട്ടും മനസ്സിലാക്കാൻ കഴിയാതെ പോയതിൻ്റെ കുറ്റം നമ്മുടേതാണ്, ദൈവത്തിൻ്റേതല്ല. പൗലോസും മറ്റ് പുതിയ എഴുത്തുകാരും എഴുതി തന്നു, നമുക്കത് പുതിയ നിയമത്തിൽ എഴുതി തന്നു. പക്ഷെ നാം അത് വായിച്ച് മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ദൈവത്തെ കുറ്റപ്പെടും. നമ്മുടെ വ്യക്തിപരമായ ഉദാസീനത, മടി, താല്പര്യക്കുറവ്, ലൗകിക സ്നേഹങ്ങൾ, ഒളിഞ്ഞിരിക്കുന്ന പാപപ്രകൃതി, പല പാപചിന്തകൾ, പാപപ്രവൃത്തികൾ, ഇത് നിമിത്തം ബൈബിൾ വായിക്കാൻ കഴിയാതെ നമ്മൾ പിന്നോക്കം പോയതിന് ദൈവത്തെ കുറ്റപ്പെടുത്തരുത്. ആത്മജീവിതം എങ്ങനെ ജീവിക്കണം എന്നുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാകാതെ ചടങ്ങ് പോലെ കൂട്ടത്തിൽ വന്നിരുന്നിട്ട് കടന്നുപോയി. അതിന് വായനയില്ല, പ്രാർത്ഥനാ ജീവിതമില്ല. അങ്ങനെ ജീവിച്ചിട്ട് ദൈവത്തെ കുറ്റപ്പെടുത്തരുത്. പരിശുദ്ധാത്മാവിനെ കുറ്റപ്പെടുത്തരുത്. പുതിയ ഉപദേശം നമുക്ക് നൽകിത്തരാൻ പുതിയ എഴുത്തുകാരെ ദൈവശ്വാസികരാക്കി മാറ്റി അവരിലൂടെ വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വചനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിനെതിരെയും വിരൽ ചൂണ്ടരുത്. പരിശുദ്ധാത്മ ദൈവമാണ്. അതുകൊണ്ട് ദൈവം എല്ലാ മനുഷ്യരോടും ആവശ്യപ്പെടുന്നു, തന്നെ അറിയണം, തന്നെ ഗ്രഹിച്ചറിയണം. അതാണ് ഏറ്റവും വലുത്. അതിന് ദൈവനെ മനസ്സിലാക്കണം. നമ്മുടെ രക്ഷയ്ക്ക് ആവശ്യമുള്ള പരിജ്ഞാനം ഈ പഠിച്ചും നിശ്ചയം പ്രാപിച്ചതും ഉള്ള കാര്യത്തിൽ നിലനിൽക്കാൻ പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞു. അഞ്ചാമത്തെ അവസാനമായിട്ട് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം, നാം തിരുവെഴുത്തുകൾ പരിശോധിക്കണം. അപ്പോസ്തലരുടെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ ഒരു കൂട്ടം വിശ്വാസികളെക്കുറിച്ച് പൗലോസ് അവതരിപ്പിക്കാം. എഴുത്തുകാരനെ ലൂക്കോസാണ് എഴുതുന്നത്. വൈദ്യനായ ലൂക്കോസ് ഇപ്രകാരം പറയും: ബെറോവ എന്ന സ്ഥലത്തുള്ളവരാണ്. അവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അത് അങ്ങനെ തന്നെയൊന്ന് ദിനം പ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ച് പോകും. ബെറോവ എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ, വിശ്വാസികൾ, അവരെക്കുറിച്ചാണ് ലൂക്കോസ് എഴുതിയത്. അപ്പോൾ അവർ പൗലോസ് പറയുന്നത് ശരിയാണോ എന്ന് ദിവസവും പരിശോധിച്ചു. അവർ കേട്ടുകൊണ്ടിരിക്കുകയല്ല. ഇവിടെ പോയിരുന്ന് കസേരയിലിരുന്ന് പകുതി മയക്കത്തിൽ പകുതി കണ്ണു തുറന്ന് ഇങ്ങനെ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുകയല്ല. അപ്പോൾ കയ്യിൽ ബൈബിളുണ്ട്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് പരിശോധിക്കുന്നു. ഭവനത്തിൽ ചെന്ന് അത് ഉള്ളടത്ത് ചിലപ്പോൾ അനേക ആൾക്കാർക്ക് വേണ്ടി ഒരു കോപ്പി ആയിരിക്കുമുള്ളത്, അത് വെച്ച് പരിശോധിച്ചു. ഇന്ന് നമ്മൾ കേട്ടത് ശരിയാണോ? ഇത് വചനപ്രകാരമുള്ള ദൈവഹിതപ്രകാരമാണോ? അത് വെറുതെ കേട്ടുകൊണ്ട് നടിയിൽ ലൈക്കടിച്ചിട്ട് അങ്ങനെ പോയതാണോ? നമ്മുടെ ആത്മാവിനെ അങ്ങനെ ഉപേക്ഷിക്കരുത്. അങ്ങനെ വിലയില്ലതായി ആരെങ്കിലും പറയുന്നതിൻ്റെ പിന്നിൽ നമ്മൾ അങ്ങ് ഇറങ്ങിപ്പോകരുത്. അപ്പോൾ നമുക്ക് ബന്ധുക്കരാകാം, ചാർച്ചക്കാരാകാം, പണ്ട് കടപ്പെട്ടവരാകാം, പണ്ടൊരിക്കൽ സുവിശേഷം പഠിപ്പിച്ചവരെന്നൊക്കെ ആയിരിക്കാം പറയുന്നത്. പക്ഷെ ഇപ്പോൾ പഠിപ്പിക്കുന്ന ഒരു ഉപദേശമാണ്. ജീവിതത്തിലെല്ലാം പരാജയപ്പെട്ട വ്യക്തിയാണ്, അധാർമികമായി ജീവിച്ച വ്യക്തിയാണ്. ആ വ്യക്തിയാണ് ഇപ്പോൾ ബൈബിൾ പഠിപ്പിക്കാൻ പോകുന്നത്. അയാളുടെ പുറകെ നമ്മൾ ഇറങ്ങിപ്പോകും. പക്ഷെ ബെരോവക്കാരങ്ങനെയല്ല. അവർക്ക് ഉത്തമ മനസ്സുള്ളവരാണ്, നല്ല വ്യക്തിത്വമുള്ളവരാണ്. അവർക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ട് അവരുടെ ആത്മാവ് അങ്ങനെ വിട്ടുകൊടുക്കില്ല. അവർ അങ്ങനെ വശീകരിക്കപ്പെടാൻ, വഞ്ചിക്കപ്പെടാൻ അനുവദിക്കില്ല. അവരത് പരിശോധിച്ചു, വ്യക്തമായി പരിശോധിച്ചു. ദൈവത്തിൻ്റെ തിരുവെഴുത്തുകൾ പരിശോധിച്ചു. അപ്പോസ്തലനായ പൗലോസ് അവരോട് പ്രസംഗിക്കുന്നത് നേരിട്ട് ആദ്യം കേട്ട ഉടനെ അങ്ങ് അംഗീകരിച്ചില്ല. ഒരു പരിശോധിച്ചു നോക്കി, അങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി പരിശോധിച്ചു എന്ന് വ്യക്തമായി പറയുന്നു. എന്തുകൊണ്ടാണ് അവർ പരിശോധിച്ചത്? അവർ പരിശോധിച്ചാൽ വചനം മനസ്സിലാക്കാൻ കഴിയില്ല എങ്കിൽ എങ്ങനെ പരിശോധിക്കും? എങ്ങനെ ഉറപ്പാക്കും? അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് അവിടെ. അവർ പരിശോധിച്ച തിരുവെഴുത്തുകൾ അവർക്ക് പരിശോധിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയുമെന്നും പരിശുദ്ധാത്മ നൽകിത്തന്ന സത്യങ്ങൾ, വചനത്തിലുള്ള സത്യങ്ങൾ അവർക്ക് സത്യം ഗ്രഹിക്കാൻ അവരെ സഹായിക്കുമെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ ഇംഗ്ലീഷിൽ ദ സ്റ്റഡീഡ്, സെർച്ച് ദ സ്ക്രിപ്ചർ, വചനം പരിശോധിച്ചു. അതുകൊണ്ടാണ് അവർക്കത് മനസ്സിലായത്. അപ്പോൾ പരിശോധിച്ചാൽ മനസ്സിലാകും, പഠിച്ചാൽ മനസ്സിലാകും. അതിനാണ് ദൈവം നൽകി തന്നത്.
കർത്താവ് യേശു എന്താ പറഞ്ഞത്? നാം സത്യമറിയുകയും സത്യം നമ്മെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. സത്യം അറിഞ്ഞാലേ സത്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുകയുള്ളൂ. സത്യത്താൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടും. സത്യത്താൽ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ മതപരമായ ബന്ധനങ്ങൾ, കെട്ടുപാടുകൾ, ദുരുപദേശങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങൾ, മനുഷ്യനിർമ്മിത സമ്പ്രദായങ്ങൾ, വിഗ്രഹാരാധന തുടങ്ങിയ സകല അന്ധവിശ്വാസങ്ങളും, എല്ലാ ബന്ധനങ്ങളിൽ നിന്നും, പാരമ്പര്യമായി പിന്തുടർന്നു വന്ന സകല അന്ധവിശ്വാസത്തിൽ നിന്ന് ഒരു മനുഷ്യന് വ്യക്തമായി ബോധ്യം കിട്ടും, സ്വാതന്ത്ര്യം കിട്ടും. തുറന്ന മനസ്സോടെ വചനം പഠിക്കുമ്പോൾ ദൈവം അതിനാണ് വചനം തന്നത്. നാം പഠിക്കണം, വിശ്വാസം വർദ്ധിക്കും. ഈ ഒരു ഉദ്ദേശം ദൈവം തന്ന വചനം, പ്രത്യേകം ദൈവം തിരഞ്ഞെടുത്തവരിലൂടെ പരിശുദ്ധാത്മാവിലൂടെ ദൈവം എഴുതുന്ന വിശുദ്ധ വചനം സത്യം അറിയാൻ നമ്മെ സഹായിക്കും. അറിയാൻ കഴിയാത്തതല്ല സത്യം. എന്താ ക്രിസ്തു പറഞ്ഞ? സത്യം നിങ്ങൾ അറിയുകയും അറിയാൻ കഴിയും. നാം പക്ഷേ അത് പരിശോധിക്കണം. അനേകം ആൾക്കാരുടെ തെറ്റിദ്ധാരണ, ബൈബിൾ ചുമ്മാ ഓടിച്ചൊന്ന് വായിച്ചാൽ എനിക്ക് മനസ്സിലാവും. ലോകപ്രകാരം അനവധി വിദ്യാഭ്യാസമായ ഉന്നത യോഗ്യതയുള്ള വ്യക്തിയായിരിക്കായി പറയുന്നത്. ഞാനൊന്ന് കണ്ണോടിച്ചാൽ മതി, ഒന്ന് സ്കാൻ ചെയ്താൽ മതി ബൈബിൾ, എനിക്കെല്ലാം മനസ്സിലാവും. ഒരിക്കലുമില്ല. ഇത് മനുഷ്യനിർമ്മിത പുസ്തകമല്ല, ദൈവത്തിൻ്റെ ഗ്രന്ഥമാണ്. അത് വളരെയധികം വർഷങ്ങളുടെ കഠിനാധ്വാന ഫലമായിട്ടാണ് ഈ വചനത്തിൻ്റെ സത്യങ്ങൾ വ്യക്തമായി ഒരാൾക്ക് ബോധ്യപ്പെടുന്നത്. പെട്ടെന്ന് ഓടിച്ചെന്ന് വായിച്ചാൽ കിട്ടില്ല. ഇങ്ങനെ ഒരാൾ പറയുകയുണ്ടായി, തിരുവചനം എഴുതുവാൻ ദൈവം ഉപയോഗിച്ച വ്യക്തികളെയെല്ലാം അവരെ ദൈവശ്വാസീയരാക്കി. പക്ഷേ നമുക്കത് ലഭിക്കണമെങ്കിൽ നാം വിയർപ്പൊഴുകണം. ഇംഗ്ലീഷിൽ 2 വാക്കുകൾ സമാന്തരമായി കാണപ്പെടുന്ന 2 വാക്കുകൾ. ഒന്ന് ഇൻസ്പിറേഷൻ, മറ്റൊന്ന് പെർസ്പിറേഷൻ. പെർസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ കഠിനാധ്വാനത്താൽ വിയർപ്പൊഴുക്കി അധ്വാനിക്കണം. നമുക്കിങ്ങനെ സ്പൂണിൽ കോരിത്തരില്ല. നമ്മൾ അധ്വാനിക്കണം, പരിശോധിക്കണം, കൃത്യമായി വിഭാഗിച്ച് പ്രസംഗിക്കണം, പഠിപ്പിക്കണം. വചനം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അനേകം മണിക്കൂറുകൾ ചെലവിടേണ്ടി വരും. ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കുക, ദൈവത്തിൽ ഒരിടത്തും ഒരു വാഗ്ദാനം തരുന്നില്ല. പരിശുദ്ധാത്മാവ് നമുക്ക് ഈ പുസ്തകം മനസ്സിലാക്കി തരും. പ്രസംഗിക്കാൻ പോയി നിന്നാൽ മതി, ബൈബിൾ തുറക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നേരിട്ട് എനിക്ക് ദൈവവചനത്തിൻ്റെ പരിജ്ഞാനം തരുമെന്ന് വചനം പറയില്ല. നീ പഠിക്കണം, അതിൽ ശ്രദ്ധ വച്ചിരിക്കണം. ഞാൻ വരുവോളം വായനയിൽ ശ്രദ്ധ വച്ചിരിക്കണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ദിനം പ്രതി പരിശോധിക്കണം. നാം ചെയ്യേണ്ട കാര്യങ്ങൾ ദൈവം നമുക്ക് ചെയ്തു തരില്ല. നാം ചെയ്യുക തന്നെ വേണം. നാം എന്താ ചെയ്യേണ്ടത്? തിരുവെഴുത്ത് പരിശോധിക്കണം. അങ്ങനെ തന്നെയോ തിരുവെഴുത്തിൽ പറയുന്നത് പരിശോധിക്കണം. അങ്ങനെ പരിശോധിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ അറിയാൻ കഴിയും, രക്ഷയുടെ മാർഗം അറിയാൻ കഴിയും. ആത്മാക്കൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരും. ജീവിതത്തിൻ്റെ കൃത്യമായ പരിപാലനവും നിയന്ത്രണവും ദൈവം ഏറ്റെടുക്കും. തൻ്റെ വനത്തിൽ വിറയ്ക്കുന്നവനെ ദൈവം കടാക്ഷിക്കും. മറക്കരുത് ഈ കാര്യങ്ങൾ. തുടരാം അടുത്ത പഠനത്തിൽ. എല്ലാവർക്കും ഒരുപോലെ ബൈബിൾ മനസ്സിലാക്കാൻ കഴിയും എന്ന വിഷയമാണ് നമ്മൾ അടുത്ത പഠനത്തിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അപ്പോൾ മറക്കരുത്, നമ്മൾ പറഞ്ഞ 5 കാര്യങ്ങൾ. ഒന്ന്, നമ്മളിത് പ്രതീക്ഷിക്കുന്ന ഒന്നാമത്തെ കാര്യം, നമുക്ക് സത്യം അറിയാൻ കഴിയും. സത്യം അറിയണം ദൈവം പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു. 2, വിശ്വാസത്തിൽ വളരണം. വചനത്തിൽ അടിസ്ഥാനപ്പെട്ടുകൊണ്ട് വിശ്വാസത്തിൽ വളരണം. വചനവിരുദ്ധമായിട്ട് കൊണ്ടു നടക്കുന്നതിന് വിശ്വാസമെന്ന് വചനം പറയില്ല. വചനപ്രകാരമുള്ളതാണ് വിശ്വാസം. 3, വചനം യഥാർത്ഥമായി പ്രസംഗിക്കണം, വിഭാഗിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നു. 4, ദൈവത്തിൻ്റെ മർമ്മങ്ങൾ നമ്മൾ അറിയണമെന്ന്, ഗ്രഹിക്കണമെന്ന് ദൈവം പ്രതീക്ഷിക്കുന്നു. 5, തിരുവെഴുത്തുകൾ ശോധന ചെയ്യണം, ദിനം പ്രതി പരിശോധിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ ഹിതമാണിതെല്ലാം. ഇത് നമ്മൾ ചെയ്യുമ്പോഴാണ് ദൈവഹിതം ചെയ്യുന്നത്. എന്നോട് കർത്താവേ കർത്താവെന്ന് പറയുന്ന ആരുമല്ല. ക്രിസ്തു പറഞ്ഞു, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യണം. ഇതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. ഭൂമി ദൈവം നമ്മെ രക്ഷയിലേക്ക് ആനയിച്ചത് അവൻ്റെ വചനം പഠിക്കാനാണ്. എല്ലാവരും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തണം. ഇത് സഭയിലുള്ള പുരുഷന്മാർ മാത്രം, വിദ്യാഭ്യാസമുള്ളവർ മാത്രം, 35 വയസ്സിന് മുകളിലുള്ളവർ മാത്രം, സമ്പന്നർ മാത്രം എന്നല്ല. എല്ലാവരും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തണം. അത് സ്ത്രീകളും പെടും, യൗവനക്കാരും പെടും, യുവതികളും പെടും, വാർദ്ധക്യത്തിലെത്തിയവരുടെ എല്ലാവരും പെടും. സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തണം. നമ്മൾ ദൈവത്തിൻ്റെ അടുക്കൽ വരുമ്പോൾ ദൈവം അന്വേഷിക്കുന്നത്, നിനക്ക് എന്നിൽ വിശ്വാസമുണ്ടോ? എന്നെക്കുറിച്ച് നീ എന്താ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? എവിടെ നിന്നുള്ള അറിവാണ് നിനക്ക് കിട്ടിയത്? വചനപ്രകാരമുള്ള അറിവാണോ നിനക്കുള്ളത്? പ്രാർത്ഥിക്കാൻ വചനപരിജ്ഞാനം വേണം. ആരാധിക്കാൻ വചനപരിജ്ഞാനം വേണം. വിശ്വാസ ജീവിതത്തിന്, വിശ്വാസത്തിൻ്റെ വർധനവിന് വചനപരിജ്ഞാനം ആവശ്യമാണ്. അതിന് നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം, അന്വേഷിക്കണം. ഇത് നിങ്ങളെ സഹായിക്കട്ടെ. തുടരാം അടുത്ത പഠനത്തിൽ. താങ്ക് യു.